കേരളത്തോടൊപ്പം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചിമ ബംഗാളിൽ SIRനു ശേഷം പ്രസിദ്ധീകരിക്കപ്പെട്ട വോട്ടർ പട്ടിക വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ SIR നടപ്പാക്കിയ മറ്റൊരു പ്രദേശത്തു നിന്നും കേൾക്കാത്ത വാർത്തകളാണ് വെസ്റ്റ് ബംഗാളിൽ നിന്നും വരുന്നത്. തീവ്ര പരിശോധനകൾക്കു ശേഷം പ്രസിദ്ധീകരിക്കപ്പെട്ട വോട്ടർ പട്ടികയിൽ 61.06 ലക്ഷം വോട്ടർമാരെ അണ്ടർ അഡ്ജുഡിക്കേഷൻ എന്നൊരു പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ബഹുഭൂരിപക്ഷവും ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മുർഷിദാബാദ്, മാൾഡ, പർഗനാസ് തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ളവരാണ്. SIR പൂർത്തിയായ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇല്ലാത്ത ബംഗാളിലെ SIRൽ മാത്രം സംഭവിച്ച വോട്ട് ചോർച്ചയെക്കുറിച്ചാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ്. എന്തൊക്കെയാണ് വെസ്റ്റ് ബംഗാൾ SIRൽ മാത്രം സംഭവിച്ചത്? വിശദമായി പരിശോധിക്കാം. 4 മാസത്തെ തീവ്ര പരിശോധനകൾക്കു ശേഷം കഴിഞ്ഞ മാസം ഫെബ്രുവരി 28-നായിരുന്നു വെസ്റ്റ് ബംഗാളിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടത്. പേരിൽ അന്തിമമെന്നുണ്ടെങ്കിലും വോട്ടർ ലിസ്റ്റ് ഇപ്പോഴും അന്തിമമല്ല. കാരണം പട്ടികയിലുള്ള 61.06 ലക്ഷം ആളുകൾക്ക് ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കില്ല. SIR പൂർത്തിയായ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇല്ലാത്തൊരു പ്രത്യേക സാഹചര്യം. ഹിയറിംഗ് അവസാനിക്കുമ്പോൾ 14 ലക്ഷം പേർ മാത്രമാണ് പട്ടികയ്ക്ക് പുറത്ത് ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അന്തിമ ലിസ്റ്റ് വന്നപ്പോൾ അത് 61 ലക്ഷം ജനങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. അണ്ടർ അഡ്ജുഡിക്കേഷൻ എന്നൊരു പ്രത്യേക കാറ്റഗറിയിലാണ് ഈ വിഭാഗം നിൽക്കുന്നത്. എന്താണ് അണ്ടർ അഡ്ജുഡിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വിശദീകരിക്കാം. അതിനു മുമ്പ് ബംഗാൾ SIRൽ മാത്രമുണ്ടായ 2 പ്രധാന വ്യത്യാസങ്ങൾ പറയേണ്ടതുണ്ട്. കരട് പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ 58 ലക്ഷം പേർ ലിസ്റ്റിൽ നിന്നും പുറത്തു പോയിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തപ്പോൾ തന്നെ BLOമാർ വ്യക്തികളുടെ ഡാറ്റകൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ അത് സംഭവിച്ചില്ല. വിവരങ്ങൾ ശേഖരിക്കരുതെന്ന് അവിടെ BLOമാർക്ക് പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു. ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം. ഇതിലും തീരുന്നില്ല. ഹിയറിംഗ് ഘട്ടത്തിൽ ബാക്കിയുള്ള പ്രദേശങ്ങളിലെല്ലാം ഔദ്യോഗിക ഉദ്യോഗസ്ഥരായി ഉണ്ടായിരുന്നത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അഥവാ EROമാരായിരുന്നുവെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ അത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ബാങ്കുകളിലെയും കേന്ദ്ര സർക്കാർ ജീവനക്കാരായ 8100 മൈക്രോ ഒബ്സർവർമാരായിരുന്നു. റെപ്രസെന്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് 1951 പ്രകാരം ഒരു നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ വിവരങ്ങൾ ചേർക്കാനും നീക്കം ചെയ്യാനും അധികാരമുള്ളത് EROമാർക്ക് മാത്രമാണ്. അങ്ങനെ ഒരു നിയമം നിലനിൽക്കുമ്പോഴാണ് വെസ്റ്റ് ബംഗാളിൽ മാത്രം മൈക്രോ ഒബ്സർവർമാർ എന്നൊരു പുതിയ വിഭാഗം വന്നത്. ഇതാണ് രണ്ടാമത്തെ വ്യത്യാസം. ഈ 2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും ഇലക്ഷൻ കമ്മീഷന്റെയും ഇടയിലുള്ള തർക്കങ്ങൾ സുപ്രീം കോടതിയിലെത്തുകയായിരുന്നു. ഇരു കൂട്ടർക്കുമിടയിൽ വിശ്വാസക്ഷയം സംഭവിച്ച സാഹചര്യത്തിൽ കരട് പട്ടികയിൽ നിന്നും പുറത്തുപോയ അത്രയും മനുഷ്യരുടെ കാര്യങ്ങൾ പ്രത്യേക ഓഫീസർമാരെ നിയമിച്ചു തീരുമാനമാക്കണമെന്നായിരുന്നു കോടതി വിധി. ആ മനുഷ്യരാണ് അന്തിമ വോട്ടർ പട്ടിക വന്ന സമയത്ത് അണ്ടർ അഡ്ജുഡിക്കേഷൻ എന്ന സ്പെഷ്യൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തപ്പെട്ട 61 ലക്ഷം മനുഷ്യർ. സംസ്ഥാന സർക്കാർ ആവശ്യമായ ഉദ്യോഗസ്ഥരെ നൽകാത്തത് കൊണ്ടാണ് മൈക്രോ ഒബ്സർവർമാരെ നിയമിക്കേണ്ടി വന്നതെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ മനഃപൂർവ്വം ബംഗാൾ സർക്കാരിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി പറയുന്നത്. പരിശോധിച്ചു വരുമ്പോൾ അണ്ടർ അഡ്ജുഡിക്കേഷനിൽ നിൽക്കുന്ന ആ മനുഷ്യരുടെ കാര്യത്തിൽ എന്ന് തീരുമാനമാകുമെന്നതാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ട ആദ്യത്തെ ചോദ്യം. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. തീർച്ചയായും അവരിൽ യോഗ്യരല്ലാത്തവരും ഉണ്ടായേക്കാം. യോഗ്യരായ ആളുകളുടെ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് ഔദ്യോഗിക തീരുമാനത്തിനായി കാത്തുകിടക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് ഈ അവസ്ഥ കഴുകിക്കളയാൻ കഴിയാത്ത കളങ്കമാണ് സൃഷ്ടിക്കുന്നത്. ആ മനുഷ്യരുടെ യോഗ്യതയും അയോഗ്യതയും നീതിയുക്തമായ രീതിയിൽ കോടതിയുടെ മേൽനോട്ടത്തോടെ ഏറ്റവും വേഗം പരിഹരിക്കാനുള്ള നടപടികളാണ് ഉണ്ടാവേണ്ടത്. ഇവിടെയും തീരുന്നില്ല. ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മാത്രമാണ് SIR നടപ്പിലാക്കി കഴിഞ്ഞത്. ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ഈ വർഷം ഏപ്രിലിൽ ആരംഭിച്ചേക്കാമെന്ന് പറയപ്പെടുന്നു. വെസ്റ്റ് ബംഗാളിൽ സംഭവിച്ചത് അവിടെയും ആവർത്തിക്കപ്പെട്ടേക്കുമോ എന്നതാണ് ഏറെ അസ്വസ്ഥതപ്പെടുത്തുന്ന മറ്റൊരു ചോദ്യം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം.